ഹലോ ആൻഡ് വെൽക്കം ടു പൊതുജനം കഴുതയല്ല സാർ. ഞാൻ ബി ദിലീപ് കുമാർ. ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ വാർത്താ പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. വിമാനം മുടങ്ങി, യാത്ര വൈകി ആയിരക്കണക്കിന് ആളുകളാണ് രാജ്യത്ത് ഇന്നും വലഞ്ഞത്. എല്ലാ വിമർശനവും നീളുന്നത് ഇൻഡിഗോ വിമാന കമ്പനിയിലേക്കാണ്. കമ്പനി അധികൃതർ ഇടയ്ക്കിടെ മാപ്പു പറഞ്ഞതുകൊണ്ട് തീരുന്നതല്ല പ്രശ്നം. DGCA കൊണ്ടുവന്ന പരിഷ്കാരം പെട്ടെന്നൊരു ദിവസം വില്ലനായതാണോ? രാജ്യത്തെ വ്യോമ ഗതാഗതത്തെ താറുമാറാക്കും വിധം ഒരു പ്രതിസന്ധിയിലേക്ക് ഇൻഡിഗോ വിമാന കമ്പനി എത്തിയത് എങ്ങനെയാണ്? ആരാണ് പൊതുജനത്തെ കഴുതയാക്കുന്നത്? രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ. ആകെ ആഭ്യന്തര സർവീസിന്റെ ഏതാണ്ട് 60% ഇൻഡിഗോയുടെ കൈവശമാണ്. ചുരുക്കത്തിൽ വ്യോമയാന രംഗത്തെ ഒരു കുത്തക മുതലാളി എന്ന് ഇൻഡിഗോയെ വിശേഷിപ്പിക്കാം. എന്നിട്ടും മറ്റൊരു വിമാന കമ്പനിക്കും ഇല്ലാത്ത തരം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് എങ്ങനെയാണ് അവർ ചെന്ന് പതിച്ചത്? അപ്പോൾ ഏത് മേഖലയിലുള്ള കുത്തകവൽക്കരണം അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായിരിക്കുമുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ. They fly and Indigo is just nothing working and they don't even compensate for the other tickets. 12:30 പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. പക്ഷേ ആപ്പിനകത്ത് ഇപ്പോഴും കാണിക്കുന്ന 10:30 സമയം തന്നെയാണ്. ഞാൻ ആക്ച്വലായിട്ട് ഇൻഡിഗോ വരിയല്ല, ബ്രിട്ടീഷ് എയർവേസ് വരിയ മൊത്തം ബുക്ക് ചെയ്തത്. അവർ ഇവിടുന്ന് മുംബൈയിലുള്ള ഫ്ലൈറ്റ് ഇൻഡിഗോയ്ക്ക് അസൈൻ ചെയ്തത്. പക്ഷേ ഇവരുടെ ക്യാൻസൽ ആയതുകൊണ്ട് എനിക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റ് മിസ്സായി. നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള കൊച്ചാ. നാളെ പോയി നാളെ ഡ്യൂട്ടി കയറേണ്ട ആളാണ്. ഇവർക്ക് നമുക്കൊരു അറിയിപ്പ് തന്നല്ലേ, മൊബൈലിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് തരാൻ സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണോ? ഇപ്പോൾ ഈ കൃത്യസമയത്തിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർക്ക് എത്തുമോ? അത് നേരത്തെ ഒരു ഇൻഫർമേഷൻ തരണ്ടല്ലേ ഞങ്ങൾക്ക്. വളരെ മോശം ഇവർ ചെയ്യുന്നത്. ഇൻഡിഗോ അഹമ്മദാബാദാണ് ഇപ്പോൾ കട്ടായിരിക്കുന്നത്. ആ കുട്ടിക്ക് നാളെ പരീക്ഷ എഴുതാനുള്ളതാണ്. PSCയുടെ ഗുജറാത്തിലെ പരീക്ഷ എഴുതാനുള്ളതാണ്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് സെമിനാറിന് വന്നതാണ്. അപ്പോൾ അവന് 8 മണിക്കാണ് ഫ്ലൈറ്റ്. 8 മണിക്ക് ഇവിടെ വന്നെന്ന് പറഞ്ഞു വന്ന് അങ്ങനെ വന്നു 6 മണിക്ക് അങ്ങ് ഇവിടെ എത്തിയതാണ്. അപ്പം ഇതുവരെ നമുക്ക് ഇൻഡിമേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു, ക്യാൻസലേഷൻ്റെ ഒന്നും. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇല്ല, ഇന്നും നാളെ ഇല്ല എന്ന് പറയുന്നത്. യാത്രക്കാരുടെ ദുരിതപർവം തീരാൻ ഇനിയും സമയമെടുക്കുമെന്ന് ആവർത്തിക്കുകയാണ് കമ്പനി. DGCA കൊണ്ടുവന്നൊരു പുതിയ ചട്ടം സർവം താറുമാറാക്കിയെന്നും യാത്രക്കാർക്ക് മാപ്പെന്നും പറയുന്നു ഇൻഡിഗോ CEO. പൈലറ്റുമാർക്ക് ആവശ്യത്തിന് വിശ്രമം നൽകണമെന്നതാണ് DGCA കൊണ്ടുവന്ന നിയമത്തിൽ പ്രത്യേകം പറയുന്നത്. രാത്രി ലാൻഡിങ്ങുകളുടെ എണ്ണം ആഴ്ചയിൽ 6 നിന്ന് 2 കുറയ്ക്കണമെന്നും നിർബന്ധമുണ്ട്. പൈലറ്റുമാരുടെ ആരോഗ്യം, സുരക്ഷിതമായ യാത്രയ്ക്ക് അത്രമേൽ പ്രധാനമെന്ന ആഗോള സ്റ്റാൻഡേർഡാണ് ഇന്ത്യയിൽ നടപ്പാക്കാൻ തീരുമാനിച്ചത്. DGCA ചട്ടത്തെ പഴി പറയുന്ന ഇൻഡിഗോ CEO പക്ഷേ അത് നടപ്പാക്കാൻ എത്ര സമയം കിട്ടിയെന്ന് മാത്രം പറയില്ല. അതിന് കാരണവുമുണ്ട്. 2024 ജനുവരി 8-നാണ് DGCA ചട്ടം കൊണ്ടുവന്നത്. ജൂലൈ വരെ ആദ്യഘട്ടം നടപ്പാക്കാനും നവംബറോടെ പൂർണ്ണതോതിൽ നടപ്പാക്കാനുമായിരുന്നു നിർദ്ദേശം. അതായത് നീണ്ട 22 മാസം സമയമാണ് വിമാന കമ്പനികൾക്ക് DGCA നൽകിയത്. ഇത്രയും കാലം വേണ്ട മാറ്റങ്ങളൊന്നും ചെയ്യാതെ ജനത്തെ ദുരിതത്തിലേക്ക് തള്ളിവിട്ട ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ ന്യായവാദങ്ങൾക്ക് ശക്തി പോരാ. DGCA ചട്ടങ്ങൾ മറ്റു വിമാന കമ്പനികളെല്ലാം പാലിച്ചു. കൂടുതൽ പൈലറ്റുമാരെ ജോലിക്കെടുത്ത് ഷെഡ്യൂളിൽ ആവശ്യത്തിന് മാറ്റം വരുത്തി. മറുവശത്ത് ഇൻഡിഗോ അമിത ആത്മവിശ്വാസം കാട്ടി. പുതിയ പൈലറ്റുമാരെ എടുത്തില്ലെങ്കിലും ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകൾ കൂട്ടി. അടിയന്തര സാഹചര്യങ്ങളിൽ പകരം നിയോഗിക്കാനായി ജീവനക്കാരെ റിസർവ് ചെയ്ത് നിർത്താറുണ്ട്. ഇൻഡിഗോ റിസർവ് ആളുകളുടെ എണ്ണവും കൂട്ടിയില്ല. ചുരുക്കത്തിൽ അനിവാര്യമായ ദുരന്തമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നിട്ടും സമ്മർദ്ദത്തിലൂടെ ചട്ടങ്ങളിൽ ഇളവ് നേടിയെടുക്കാൻ ഒടുവിൽ അവർക്കായി. വിശ്രമ സമയത്തിലും രാത്രി ലാൻഡിങ്ങുകളിലും തൽക്കാലം DGCA കടുംപിടുത്തം ഒഴിവാക്കി. യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി നടപ്പാക്കിയ ചട്ടങ്ങളാണ് ഇളവ് ചെയ്തതെന്ന് ഓർക്കണം. ഉള്ള ജീവനക്കാരെ പരമാവധി ഉപയോഗിച്ച് ലാഭമുണ്ടാക്കാനുള്ള ബുദ്ധി യാത്രക്കാരുടെ ജീവൻ പണയം വെച്ചാണെന്ന് പൊതുജനം മനസ്സിലാക്കും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇൻഡിഗോയുടെ വീഴ്ച സംബന്ധിച്ചൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്. അരുൺജി പറയുന്നുണ്ട്, ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത്. എന്നാൽ ആ അവസരം മുതലാക്കി മറ്റു വിമാന കമ്പനികൾ ടിക്കറ്റ് ചാർജ് വർദ്ധിപ്പിച്ചു, പകൽക്കൊള്ളയാണ് നടക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ഈ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഇൻഡിഗോ സാധാരണഗതിയിൽ പറയാറുള്ളത് അവർ സമയ് പർ രഖ്ന മഹത്വപൂർണ്ണ ഹേ എന്നാണ്. കൃത്യസമയത്ത് തന്നെ എത്തുക എന്നതാണ് ഇൻഡിഗോ നേരത്തെ അവർ ആപ്തവാക്യമായി പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇൻഡിഗോയുടെ പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. ഇൻഡിഗോയുടെ പ്രവർത്തനം താളം തെറ്റിയതോടെ
അവസരം മുതലെടുക്കാൻ എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ ചാടി വീണിരിക്കുന്നു. ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി യാത്രക്കാരെ പിഴിയാനുള്ള നീക്കത്തിന് പക്ഷേ കേന്ദ്രം തടയിട്ടിരിക്കുകയാണ്. ദൂരപരിധിക്കനുസരിച്ച് ടിക്കറ്റ് ഏകീകരിക്കാൻ വ്യോമയാന മന്ത്രാലയം നിർദ്ദേശം നൽകിയത് യാത്രക്കാർക്ക് ആശ്വാസമായിട്ടുണ്ട്. 500 കിലോമീറ്റർ വരെ 7000 രൂപ, 500 മുതൽ 1000 കിലോമീറ്റർ വരെ 12000 രൂപ, 1000 മുതൽ 1500 കിലോമീറ്റർ വരെ 15000 രൂപ, 1500 കിലോമീറ്ററിന് മുകളിലെങ്കിൽ 18000 രൂപ എന്നിങ്ങനെയാണ് കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള പരമാവധി നിരക്ക്. ഈ നിരക്കും യഥാർത്ഥത്തിൽ മലയാളികൾക്കൊക്കെ വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ പോകണമെങ്കിൽ നല്ല വ്യോമ ദൂരമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരക്ക് 18000 ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ അതിനെയൊക്കെ കടത്തിവെട്ടുമോ എന്ന ആശങ്ക മലയാളികൾക്കുണ്ട്. ഇന്ന് തന്നെ ഡൽഹി തിരുവനന്തപുരം സെക്ടറിൽ 80,000 രൂപയായിരുന്നു വിമാനയാത്രാ നിരക്ക് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമ്മൾ അറിയുന്നത്. ഈ നിലയിൽ ജനങ്ങളെ ദ്രോഹിക്കാതെ എത്രയും വേഗം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടിയാണ് ഇൻഡിഗോയും അതോടൊപ്പം തന്നെ DGCA, കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ഇവരൊക്കെ സ്വീകരിക്കേണ്ടത്. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. ശ്വസിക്കാൻ ഗുണനിലവാരമുള്ള വായുവില്ലാതെ വലയുന്ന ഡൽഹിക്കാരെ നാം പലകുറി കണ്ടിട്ടുണ്ട്, ആ വാർത്ത കേട്ടിട്ടുമുണ്ട്. പക്ഷേ ആ ശ്വാസം മുട്ടൽ അങ്ങ് അകലെയല്ല, ഇപ്പോൾ ഇനി കേരളത്തിലും എത്തിയിരിക്കുന്നു. മലിനവായു കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയെയും പൊതിഞ്ഞു തുടങ്ങി. പുകമഞ്ഞിൻ്റെ മറ നീക്കി നഗരമൊന്ന് തെളിഞ്ഞു വരാൻ രാവിലെ 10 മണിയെങ്കിലും ആകണമെന്നതാണ് അവസ്ഥ. കൊച്ചിയിൽ വായു ഗുണനിലവാരം അനാരോഗ്യ വിഭാഗത്തിലാണിപ്പോൾ. ഡിസംബറിലെ മഞ്ഞുകാലമാണെന്നും തണുത്ത കാലാവസ്ഥയാണെന്നും തോന്നിയേക്കാം. പക്ഷേ കാര്യങ്ങളത്ര പന്തിയല്ല. അന്തരീക്ഷത്തിലെ മാലിന്യവും പൊടിയും ചേർന്ന പ്രതിഭാസമാണ് പുകമഞ്ഞ്. അതാണ് കൊച്ചിയെ പതിയെ വിഴുങ്ങാനൊരുങ്ങുന്നത്. കൊച്ചി നഗരത്തിൽ രാവിലെ 10 മണിവരെയെങ്കിലും പുകമഞ്ഞെന്ന പ്രതിഭാസം ഏറിയും കുറഞ്ഞും ഭൂരിഭാഗം സ്ഥലങ്ങളിലും നിലനിൽക്കുന്നു. ഡിസംബറിലെ മഞ്ഞിനൊപ്പം അന്തരീക്ഷ മലിനീകരണവും വാഹനങ്ങളിലെ പുകയും പൊടിപടലവും ചേരുമ്പോൾ പുകമഞ്ഞ് രൂക്ഷമാവുകയാണ്. കൊച്ചിയിലെ വായു ഗുണനിലവാരം കുറഞ്ഞു വരുന്നു. നല്ല വായു ഗുണനിലവാരം 50 ആണെങ്കിലും കൊച്ചിയിൽ 150നും 200നും ഇടയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഗുണനിലവാര സൂചിക. നമ്മൾ സ്ഥിരം ഈ വഴിയാണ് ഓടുന്നതാണ്, ഒരു 5 to അല്ലെങ്കിൽ 8 കിലോമീറ്റർ ആവറേജ് ഓടുന്ന. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതായത് നമ്മളൊരു 3-4 കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു കിതപ്പും. അപ്പോൾ ഞാൻ പിന്നെ ഒരു റൗണ്ട് അടിച്ച് പെട്ടെന്ന് വീട്ടിൽ കയറാൻ പതിവ്. അപ്പം നമ്മൾ പക്ഷേ എയർ ഇൻഡെക്സ് ക്വാളിറ്റി നോക്കുന്നില്ല. പിന്നെ പത്രത്തിലും വാട്സാപ്പിലൊക്കെ കാണുമ്പോഴാണ് അറിയുന്നത് എയർ ഇൻഡെക്സ് ക്വാളിറ്റി ഇത്ര മോശമാണ്. എന്തായാലും അത് നമ്മുടെ ഡെയിലി റൊട്ടീനിലും ബാധിച്ചിട്ടുണ്ട്. ഗർഭിണികളും കുട്ടികളും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും മാസ്ക് ധരിക്കണമെന്നും വിദഗ്ധർ പറയുന്നു. എന്നാൽ വായു ഗുണനിലവാരം പരിശോധിക്കുന്ന ഉപകരണങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. വ്യവസായശാലകൾ അടുത്തുണ്ടെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന എമിഷൻസ്, അവിടെ നിന്നുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഇറക്കുകയും അത് ജലബാഷ്പവുമായിട്ട് ചേർന്ന് സ്മോഗായി താപനില കുറയുമ്പോൾ സ്മോഗായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രധാന പ്രശ്നം വരുന്നത് കുട്ടികൾക്കും പ്രായമായവർക്കാണ്. ഇവർക്ക് രാവിലെ 10 മണിവരെ പുറത്തു പോകാനായിട്ടുള്ള പ്രയാസം ഇതുമൂലം അനുഭവപ്പെടുന്നുണ്ട്. ഏലൂർ, ഇടയാർ, കരിമുകൾ, അമ്പലമുകൾ എന്നീ വ്യവസായ മേഖലകളിലാണ് കൂടുതൽ പ്രതിസന്ധി. രാവിലെ നടക്കാനിറങ്ങുന്നവർ ഉൾപ്പെടെ മാസ്ക് ധരിക്കണമെന്നും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കാലാവസ്ഥ വിദഗ്ധർ വിലയിരുത്തുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി കൊച്ചിയിൽ മാത്രമല്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ചൂട് കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചെന്നൈ തീരത്തുണ്ടായ ചുഴലിക്കാറ്റിന്റെ സ്വാധീനഫലമായി മേഘാവൃതമായ അന്തരീക്ഷമാണ്. മഞ്ഞിനൊപ്പം അന്തരീക്ഷത്തിലെ പൊടിപടലവും മലിനീകരണവും ചേരുമ്പോൾ അത് ആരോഗ്യത്തിനും നല്ലതല്ല. വ്യവസായശാലകളിലെ പുകപരിശോധനയും വാഹനങ്ങളിലെ പുകപരിശോധനയും കൃത്യവും കാര്യക്ഷമമാക്കണം. ഇല്ലായെങ്കിൽ അധികം വൈകാതെ മറ്റൊരു ഡൽഹിയായി കൊച്ചി മാറിയേക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ കണ്ടത്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, 24. പൊതുജനം കഴുതയല്ല സാർ. ഹരിഗോവിന്ദ് പറയുന്നു, ഡൽഹിയിലെ പുകമഞ്ഞ് കണ്ടപ്പോൾ നമ്മളൊക്കെ ഒന്ന് തല ഉയർത്തി നിന്നതാണ്. നമ്മുടെ കേരളത്തിൽ ഇല്ലല്ലോ എന്നായിരുന്നു അന്ന് ചിന്തിച്ചത്. ഇപ്പോൾ ദേ നമ്മളുടെ കൊച്ചിയിലും ഈ പുകമഞ്ഞ് എത്തിയിരിക്കുന്നു, നിയന്ത്രിക്കണം എന്നാണ് പറയുന്നത്. ഈ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. തീർച്ചയായും ഹരിഗോവിന്ദ് പറഞ്ഞത് വളരെ ശരിയാണ്. ഡൽഹിയിൽ ഈ പുകമഞ്ഞിൽ മൂടിയിരുന്ന സമയത്ത് അന്ന് കേരളത്തിലെത്തിയ പല രാഷ്ട്രീയ നേതാക്കളൊക്കെ
ഡൽഹിയിലെ ഈ ദുരിതത്തിൽ നിന്നൊരു മോചനം കേരളത്തിൽ ശുദ്ധവായുവാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിന് ഇപ്പോൾ ഒരു തിരിച്ചടിയായിരിക്കുകയാണ് കൊച്ചിയിലെ വായുവിൻ്റെ ഗുണനിലവാര സൂചിക എന്നത് നമ്മെ ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായ ഒരു സംഭവം തന്നെയാണ്. ഇനി തമിഴ്നാട് ചെന്നൈയിലെ ഒരു ദുരിത കാഴ്ചയിലേക്കാണ് പോകുന്നത്. ദിത്വ ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവത്തിൽ തമിഴ്നാടിൻ്റെ തീരദേശങ്ങളിൽ മഴ തുടരുന്നത് നമുക്കറിയാം. ചെന്നൈയിലെ അയപ്പാക്കം എന്ന പ്രദേശം മുഴുവൻ വെള്ളമാണ്. 100 കണക്കിന് കുടുംബങ്ങളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. ചെന്നൈ നഗരത്തിലെ തീരാദുരിതങ്ങളിൽ ഒന്നാണ് വെള്ളക്കെട്ട്. ഇതിപ്പോൾ അയപ്പാക്കം എന്ന് പറയുന്ന മേഖലയാണ്. ഇവിടെയുള്ള ആളുകൾ കഴിഞ്ഞ 30 വർഷത്തിലധികമായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഈ വെള്ളക്കെട്ട്. ഇതാണ് അയപ്പാക്കത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോഴത്തെ മാത്രമല്ല, ചെറിയൊരു മഴ പെയ്താൽ എപ്പോഴത്തെയും അവസ്ഥ. മഴ പെയ്ത് ചെന്നൈ നഗരത്തിലുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ 2-3 ദിവസത്തിനുള്ളിൽ ഒഴിയും. എന്നാൽ അയപ്പാക്കത്ത് സ്ഥിതി വ്യത്യസ്തമാണ്. ആഴ്ചകളെടുക്കും. എല്ലാ വർഷവും ഈ മഴ വരുമ്പോൾ ഇത് തന്നെ പ്രശ്നം. ഇവിടെ എപ്പോഴും നല്ല മഴ പെയ്താൽ ഇവിടെ വെള്ളം പോകില്ല. ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. മുമ്പ് അങ്ങ് അവിടെ മുകളിൽ വരെ വരും. ഇങ്ങോട്ട് ആർക്കും പോകാൻ പറ്റില്ല. ബൈക്ക്, കാറ് ഒരു വഴിക്ക് പോകാൻ പറ്റില്ല. ഒരു 10 ദിവസം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാവും മഴ പെയ്യുമ്പോൾ. ഇവിടെ വെള്ളം 10-15 കൊല്ലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. വെള്ളം വന്നിട്ട് ഇവിടെ കെട്ടി നിൽക്കും. ഒരു മഴ പെയ്താൽ മതി, നല്ലൊരു മഴ പെയ്തു വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിന്ന് ഇതുവരെ വരും. കണ്ടോ, ഓരോരോ റോഡിൽ നിന്ന് വരുന്നതൊക്കെ ഇവിടേക്കാണ്. വീട്ടിനകത്തേക്ക് കുടിക്കാനുള്ള വെള്ളം സമ്പുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഈ വെള്ളം പോകും. പിന്നെ അത് ഓരോ പ്രാവശ്യം ഓരോ മഴ വന്നാലും അത് കഴുകണം. സമ്പ് ഫുള്ള്. പാമ്പ്, തേള്, തവളയൊക്കെ വീട്ടിൻ്റെ അകത്താണ് വരുന്നത്. ഒരു ഭാഗം ചെന്നൈ കോർപ്പറേഷനാണ്, മറ്റൊരു ഭാഗം തിരുവേർക്കാട് നഗരസഭ. വെള്ളം കയറുമ്പോൾ ഉദ്യോഗസ്ഥരെത്തും, ഫോട്ടോ എടുക്കും, തിരിച്ചു പോകും. ഓരോ വർഷവും ഇതിൻ്റെ തനിയാവർത്തനം മാത്രം. ഡ്രെയിനേജുകൾ തുറന്ന് വെള്ളമൊഴുക്കി വിടുന്നത് നാട്ടുകാരാണ്. വേറെ എന്ത് ചെയ്യാൻ? ജീവിക്കണ്ടേ? വെള്ളത്തിനൊപ്പം പാമ്പടക്കമുള്ള ജീവികളും വീടിനുള്ളിലെത്തും. தண்ணி 3 நாளாக இருக்குது சார், யாருமே வரல. பார்த்தீங்கன்னா அது ட்ரைனேஜ் இப்போ மழை நின்னோட ட்ரைனேஜ் ஓப்பன் பண்ணுறது கூட யாரும் வரல. தண்ணியெல்லாம் வடிக்கணும்னு என்ன பண்ணுறாங்க, வந்து அவங்கெல்லாம் ஆஃபீஸர்ஸு எல்லாம் வந்து பார்த்துட்டு எல்லாம் ஃபோட்டோ எடுத்துகிட்டு போயிடுறாங்க. அதுக்கப்புறம் அதை மூடுறது கூட நாங்கள் தான் போடணும். பார்த்தீங்கன்னா உள்ளார தினேஷ் நகர், நியூ செஞ்சுரி நகர், இங்கே ஃபுல்லாகவே இருக்குது தண்ணி. இப்படி தான் சார் இந்த 4-5 வருஷமாக இருக்குது. இங்கே எந்த விதமான கவர்மெண்ட் ஸ்பெஷாலிட்டியும் இங்கே வந்து யாருமே பண்ணுறதில்ல. பாம்பு, நத்தை, தேல் வராது. பாம்பு, நின்றுட்ட மரவட்டை பூச்சிங்க எல்லாம் வீட்டில் மழை அடிச்சா பீச் மாதிரி தண்ணி நேராக உள்ளே வரும், வெளியே போவோம் വണ്ടിക്ക് പോകണം. സ്കൂളുകളിലേക്കും IT സ്ഥാപനങ്ങളിലേക്കും അടക്കമെത്താൻ ഈ ഒരു വഴി മാത്രം. എങ്ങനെയെങ്കിലും എത്താൻ ഇതുവഴി സാഹസിക യാത്ര. ചെന്നൈ നഗരത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് അയപ്പാക്കത്തിലൂടെ കടന്നു പോകുന്നത്. കൃത്യമായി വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള നടപടികളില്ലാത്തതാണ് ദുരന്തത്തിന്റെ പ്രധാന കാരണം. വെള്ളക്കെട്ടിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് മാത്രമേ ഇവിടുത്തുകാർക്ക് പറയാനുള്ളൂ. ചെന്നൈ നഗരത്തിൽ നിന്നും ഒഴിവാക്കുന്ന വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടേക്കാണ്. അതാണ് ഇവരുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നത്. കൃത്യമായി മഴവെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ വേണം. അതല്ലെങ്കിൽ ഈ ദുരിതം ഇനിയും തുടരും. അയപ്പാക്കത്ത് നിന്ന് ശ്രീകാന്ത് ഗൗരിശപ്പട്ടത്തിനൊപ്പം മനേഷ് മൂർത്തി, 24. പൊതുജനം കഴുതയല്ല സാർ. ആശ സിംഗപ്പൂര് പറയുന്നു, നമ്മൾ തന്നെയല്ലേ നശിപ്പിക്കുന്നത് പ്രകൃതിയെയും എന്ന ചോദ്യമാണ് ആശ ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, മലപ്പുറം കരിങ്കല്ലത്താണിയിൽ ഓടിക്കൊണ്ടിരുന്ന ജീപ്പിന് തീപിടിച്ചു എന്നതാണ്. അഗ്നിരക്ഷാസേനയെത്തി തീയണച്ചു. അപകട കാരണം ഷോർട്ട് സർക്യൂട്ടെന്ന് പ്രാഥമിക നിഗമനം. 4 ദിവസം മുമ്പ് വാങ്ങിയ പുതിയ വാഹനമാണ് കത്തിയത്. ഇതിൻ്റെ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. ഗോകുൽ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ?
ദിലീപ് കുമാർ, അല്പസമയം 5 മണിയോടെയാണ് ഇത്തരത്തിലൊരു പുതിയ ഥാർ ജീപ്പിന് ഓടിക്കൊണ്ടിരിക്കെ തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മലപ്പുറം താഴേക്കോട് പഞ്ചായത്തിലെ കരിങ്കല്ലത്താണി സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നത്. യാത്രക്കാരൊക്കെ തീ പിടിക്കുന്ന സമയത്ത് തന്നെ പുറത്തിറങ്ങിയതിനാലാണ് രക്ഷപ്പെട്ടത്. അഗ്നിരക്ഷാസേന എത്തിയ ശേഷമായിരുന്നു തീ അണയ്ക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ ജീപ്പാണ്. 4 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഇത്തരത്തിൽ ഈ വാഹനം വാങ്ങിച്ച് നിരത്തിലെത്തിക്കാൻ തുടങ്ങിയിട്ട്. ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമികമായ നിഗമനം. എന്താണ് യഥാർത്ഥത്തിൽ ഈ തീപിടിക്കാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഒരു തീ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പെരിന്തൽമണ്ണ സ്വദേശികളായിരുന്നു വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടായത്. ഈ കാറിന്റെ മുൻഭാഗത്ത് നിന്ന് പുകയാണ് ആദ്യം ഉയർന്നത്. ഈ പുക ഉയർന്ന കണ്ട സമയത്ത് തന്നെ യാത്രക്കാർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി. പിന്നീട് ശക്തമായ രീതിയിൽ പുക വരികയും അതിന്റെ അടിഭാഗത്ത് നിന്ന്, അതായത് ബോണറ്റിന്റെ അടിഭാഗത്ത് നിന്ന് തീ ഉയരുകയും ചെയ്യുകയായിരുന്നു. ഉടനെ തന്നെ അഗ്നിരക്ഷാസേന എത്തിക്കാൻ സാധിച്ചതിനാലും തീ അണയ്ക്കാൻ സാധിച്ചതിനാലും അപകടം ഒഴിവായിട്ടുണ്ട്. എന്താണ് കാരണം എന്നതിനെ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നതേയുള്ളൂ. ദിലീപ് കുമാർ. വിവരങ്ങൾ നൽകിയത് ഗോകുൽ കെ വേണുഗോപാൽ. ഇതിൽ ഒരു പ്രേക്ഷകൻ ജാസിർ മെഹഫിൽ പറയുന്നുണ്ട്, ഈ പരിപാടിയിൽ കാരണം മാറ്റമുണ്ടായ വാർത്തകൾ കൂടി ലാസ്റ്റ് 5 മിനിറ്റ് സെഗ്മെന്റായി കൊടുക്കാമോ എന്ന്. തീർച്ചയായും പരിഗണിക്കാവുന്ന കാര്യം തന്നെയാണ്. അത്തരമൊരു നിർദ്ദേശമാണ് ജാസിർ മെഹഫിലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത്. നിരവധി ഇതുമായി ഈ വരുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ട് പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിയിൽ അവതരിപ്പിക്കുന്ന വാർത്തകളുമായി ബന്ധപ്പെട്ടൊക്കെ പല മാറ്റങ്ങളും പിന്നീട് വരുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. അധികൃതർ മുൻകൈ എടുക്കാത്ത സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചില മാറ്റങ്ങളൊക്കെ, തകർന്നു കിടക്കുന്ന റോഡുകൾ നന്നാക്കാനൊക്കെ നാട്ടുകാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന സ്ഥിതിവിശേഷം പല സ്ഥലത്തുമൊക്കെയുണ്ട്. അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഗ്മെൻറ്റ് അത് ആരംഭിക്കുന്നതായിരിക്കും. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. കപ്പൽ ടെർമിനൽ നിർമ്മാണവും തീരസുരക്ഷയും മുൻനിർത്തി പൊന്നാനി കടപ്പുറത്തെ മീൻ ചാപ്പകൾ പൊളിച്ചു മാറ്റാൻ മാരിടൈം ബോർഡ് നൽകിയ നിർദ്ദേശത്തിനെതിരെ പ്രതിഷേധം. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ഷെഡുകളാണെന്നും പൊളിച്ചു മാറ്റുമ്പോൾ മീനുകൾ സൂക്ഷിക്കാൻ സർക്കാർ സൗകര്യമൊരുക്കി തരണം എന്നുമാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പൊന്നാനിയിൽ പഴയ ജങ്കാർ ജെട്ടിക്ക് സമീപമാണ് മൾട്ടിപർപ്പസ് കപ്പൽ ടെർമിനൽ ഒരുങ്ങുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. അതിന്റെ ഭാഗമായാണ് മീൻചാപ്പകൾ പൊളിച്ചു നീക്കാൻ കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മീൻചാപ്പകളുടെ നിർമ്മാണം അനധികൃതമാണെന്ന് മാരിടൈം ബോർഡ് പറയുന്നു. പൊന്നാനിയിൽ കപ്പൽ ടെർമിനലും കപ്പൽ നിർമ്മാണശാലയും തുടങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതിനിടയിലാണ് മീൻചാപ്പകൾ പൊളിച്ചു നീക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയിരിക്കുന്നത്. ചാപ്പകൾ നിൽക്കുന്ന ഭാഗമെല്ലാം തുറമുഖ നിർമ്മാണത്തിന് വിട്ടുനൽകും. പൊന്നാനി തീരത്തെ 29 ഏക്കർ ഭൂമിയിലായിരിക്കും നിർമ്മാണം. എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആവലാതികളുണ്ട്. ഏറ്റവും മീൻ വിൽപ്പന നടക്കുന്ന ഒരു ഹാർബറാണ് പൊന്നാനി. അവിടുത്തെ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഈ ഷെഡുകളുള്ളത്. അപ്പോൾ അവിടുന്ന് മാറ്റുണ്ടെങ്കിൽ ഈ ഹാർബറിൽ തന്നെ അവർക്ക് കണ്ടെത്താനുള്ള ഒരു നല്ലൊരു സൗകര്യമുള്ള ഏരിയ കണ്ടെത്തണം. അത് കണ്ടെത്തിയതിൻ്റെ ശേഷം അവർ അവിടുന്ന് ഒഴിവാക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ഇല്ലാതെ അവിടുന്ന് മാറ്റാനുള്ള പരിപാടിയാണ് അവർ. മീൻചാപ്പകളുടെ നിർമ്മാണം അനധികൃതമല്ല എന്നും തൊഴിലാളികൾ പറയുന്നു. ഇവർ ഗവൺമെൻറ് പറയണ പോലെ ഇത് അനധികൃതമായിട്ട് ആരും ഷെഡ് ഉണ്ടാക്കിയതല്ല. അതായത് ഇവിടെ മത്സ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് പാക്ക് ചെയ്ത് വണ്ടി കയറ്റി വിടാൻ വേണ്ടിയിട്ട് അത് മാത്രം ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിൽ കുറേ ആൾക്കാർക്ക്, ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലിയുണ്ട്. അപ്പോൾ ഇത് ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. കപ്പൽ നിർമ്മാണശാലയ്ക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യമേഖല മൊത്തം ഇല്ലാതാവും. മീൻചാപ്പകൾ മാറ്റുന്നതിനായി പൊന്നാനി ഹാർബറിൽ സ്റ്റോറേജ് മുറികൾ നിർമ്മിച്ചു നൽകിയിരുന്നു. മുറികൾ കൈമാറിയിട്ടും ചാപ്പകൾ പൊളിച്ചു നീക്കാത്തത് തുറമുഖ വികസനത്തിന് തടസ്സമായതോടെയാണ് കർശന നടപടികൾക്കൊരുങ്ങുന്നത്. എന്നാൽ ഇപ്പോഴുള്ളതുപോലെയുള്ള സൗകര്യം പൊന്നാനിയിൽ മറ്റെവിടെയും ഇല്ലെന്നാണ് തൊഴിലാളികളുടെ പരാതി. നിങ്ങൾ ഈ ഷെഡ് പൊളിക്കണമെന്ന് പറഞ്ഞാലേ ഈ മീൻ പിടിക്കാനുള്ള മറു സൗകര്യം പൊന്നാനിൽ വേറെ സ്ഥലത്തും ഇല്ല. എന്നുവെച്ചാൽ ഓരോ കമ്പനി 2000-3000 ബോക്സ് പാക്ക് ചെയ്യാനുള്ള സൗകര്യം ഹാർബറിൽ ഞങ്ങൾ നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ പിടിക്കാതെ ഷെഡ് പൊളിച്ചു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കൽ എന്താ അറിയോ? പൊന്നാനി എന്ന നാടിനെ നശിപ്പിക്കലാണ്. മീൻചാപ്പകൾ തൊഴിലാളികൾ സ്വമേധയാ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ പൊളിച്ചു മാറ്റാനാണ് നീക്കം. നിർദ്ദേശം അവഗണിച്ചതിന് തൊഴിലാളികൾക്കെതിരെ കേസെടുക്കുമെന്നും പറയുന്നു. നമ്മുടെ നാട് ഇന്നലെ കണ്ടതുപോലെയല്ല ഇന്ന്. മാറ്റങ്ങൾ അനിവാര്യമാണ്. പക്ഷേ ആ മാറ്റം എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാവണം. മുനീഫ് തിരൂരിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. മറ്റൊരു വിശേഷത്തിലേക്കാണിനി.
തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പന്തീരാങ്കാവ് പെരുമണ്ണയിൽ ജയം ബബിത എന്ന സ്ഥാനാർത്ഥിക്കെന്നാണ് 3 മുന്നണികളും അവകാശപ്പെടുന്നത്. ബബിതയെ ജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തുണ്ട്. ബബിതയെ ജയിപ്പിക്കാൻ LDFും ബബിതയെ ജയിപ്പിക്കാൻ UDFും ബബിതയെ ജയിപ്പിക്കാൻ NDAയും പരസ്പരം വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിൽ വട്ടം ചുറ്റുന്നത് അവിടുത്തെ വോട്ടർമാരാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യാദർശികതകൾക്ക് ഒട്ടും കുറവില്ല. അങ്ങനെയൊരു യാദർശികതയാണ് പെരുമണ്ണയിൽ. പെരുമണ്ണയിലെ നാട്ടുകാരോട് വന്ന് ആര് ജയിക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ബബിത ജയിക്കുമെന്ന്. പക്ഷേ ഏത് ബബിത എന്ന് ചോദിച്ചാൽ ഒരല്പം പ്രശ്നമാകും. കാരണം 3 ബബിതമാരും ഒരു ബബിതയുമാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. പഞ്ചായത്തിന്റെ 11ാം വാർഡിലേക്കും കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പെരുമണ്ണ ഡിവിഷനിലേക്കുമാണ് ഇവർ മത്സരിക്കുന്നത്. തങ്ങളുടെ വാർഡുകളിൽ നാട്ടുകാരെ കണ്ടും വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ് ബബിതമാർ. ഞങ്ങൾ 3 ആള് നല്ല പരിചയമുള്ള ആൾക്കാരാണ്. ഒരു അഡ്വക്കറ്റ് ബബിത വേറെ തന്നെയാണ്. ഓരപ്പോൾ അടുത്താണ് പരിചയമായത്. സാഹചര്യം പെട്ടെന്നേനു. ചിഹ്നത്തിനാണ് പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് അതൊരു പ്രശ്നമാവും തോന്നുന്നില്ല. പെരുമണ്ണ ഡിവിഷനിൽ LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ 2 പേരും ബബിതമാരാണ്. LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ബബിത തന്നെ. കേട്ടപ്പോൾ വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. എന്നാലും നമ്മുടെ സ്വന്തം പോലെ നിൽക്കുന്നവർ തമ്മിലുള്ള ഒരു മത്സരം തന്നെയാണ് ഇത് ശരിക്കും. പക്ഷേ ഞങ്ങൾക്കതിൽ പ്രതീക്ഷയാണ്. വികസനം വരും, ഞങ്ങൾ ജയിക്കും. വീടുകൾ കയറി ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അനുകൂലമല്ലാത്തൊരിതും ഞങ്ങൾ കാണുന്നില്ല. എല്ലാവർക്കും നല്ല സപ്പോർട്ടാണ്. അത്രയ്ക്കും വികസനം സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. ആ വിശ്വാസം തന്നെ തലയെടുപ്പോട് കൂടി തന്നെയാണ് ഞങ്ങൾ വോട്ട് ചെയ്തത്. പേരിനോടല്ല, പക്ഷേ ഞങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു ഇത് നോക്കിയപ്പോൾ ചെറിയൊരു തോന്നിയിരുന്നു. പക്ഷേ അവർ ഞങ്ങളോട് നല്ല സപ്പോർട്ടായി നിന്നപ്പോൾ അതിലിപ്പോൾ ഒരു വിഷയം തോന്നില്ല. ഇതിനു പുറമെയാണ് പഞ്ചായത്തിന്റെ 11ാം വാർഡിലേക്കും ബബിതമാരുടെ കടന്നുകയറ്റം. അഡ്വക്കേറ്റ് P ബബിതയും മത്സര രംഗത്തുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് രംഗങ്ങളിൽ അപരന്മാർ രാഷ്ട്രീയ കക്ഷികൾക്കും സ്ഥാനാർത്ഥികൾക്കും തലവേദനയാണ്. എന്നാൽ ഇവിടെ സ്ഥാനാർത്ഥികൾ തന്നെ സമാന പേരുകളിൽ മത്സരത്തിനെത്തുമ്പോൾ ആശങ്കയും ഒട്ടും കുറവല്ല. എല്ലാവർക്കും ഇപ്പോൾ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഒരു കൺഫ്യൂഷനായി വന്നിട്ടുണ്ട്. 4 ബബിതമാരുള്ളതുകൊണ്ട് ഞങ്ങൾ കുറേ മുന്നേ പരിചയമുള്ളതാണ്. ഈ ബബിത എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബബിത കുറേ വർഷങ്ങളായിട്ട് അറിയുന്നത്. അതേപോലെ തന്നെ 11ാം വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബബിതേനെയും അറിയാം. സ്ഥാനാർത്ഥികളിൽ പലരും അടുത്തറിയുന്നവരും സുഹൃത്തുക്കളുമാണ്. സൗഹൃദം വേറെ, രാഷ്ട്രീയം വേറെ എന്ന നിലപാടിലാണ് മത്സരം കനക്കുന്നത്. സ്ഥാനാർത്ഥികളുടെ പേരിൽ സാമ്യം കടന്നുകൂടിയതോടെ രാഷ്ട്രീയ കക്ഷികളാകട്ടെ സ്ഥാനാർത്ഥികളാകട്ടെ തെല്ലൊരു ആശങ്കയിലാണ്. പക്ഷേ ഒരു പേരിൽ എന്തിരിക്കുന്നു, ചിഹ്നത്തിലല്ലേ കാര്യമെന്നാണ് സ്ഥാനാർത്ഥികൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിഹ്നം പറഞ്ഞാണ് വോട്ടുപിടുത്തവും. ചിഹ്നം ഫലം കാണുമെന്ന വിശ്വാസവുമുണ്ട്. ക്യാമറാമാൻ അനൂപസ് നായറിനും അഖിലിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സാർ @gmail.com എന്ന മെയിൽ ഐഡിയിലും നിങ്ങൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാർ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.